ഇപ്പോൾ പി.വി. അൻവർ എം.എൽ.എ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം നിങ്ങൾക്ക് 2 മണിക്ക് ശേഷം പത്രസമ്മേളനം നടത്തുന്നുണ്ട്. ആ പരാതിയിലുണ്ടായ കാര്യങ്ങൾ ഈ പറയുന്ന എന്താ പറയുക സോഷ്യൽ ഫോറസ്ട്രിയുടെ അവർ കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ്, ജില്ലാ ട്രീ കമ്മിറ്റിയുടെ നിർദ്ദേശം, അതിനുശേഷം 56,000 രൂപയാണ് സോഷ്യൽ ഫോറസ്ട്രി ഈ മരത്തിന് വില നിശ്ചയിച്ചു കൊടുത്തത്. അതിൽ 49,000 രൂപയോളം ഈ ഒരു തേക്ക് മരത്തിനും ബാക്കി വരുന്ന 7,000 രൂപ ഈ ചെറിയ കമ്പുകൾ, ശിഖരങ്ങൾ കണ്ടിച്ചാൽ കിട്ടുന്ന വിറകിനും വേണ്ടിയിട്ടാണുള്ളത്. ആ 49,000 ഈ 56,000-ൽ 49,000 രൂപ വില നിശ്ചയിച്ച് സോഷ്യൽ ഫോറസ്ട്രി കൊടുത്ത തേക്ക് മരം അത് ലേലത്തിൽ വെച്ചു. ലേലത്തിന് സ്വാഭാവികമായി ഒരു മരം ലേലത്തിന് വെച്ചാൽ ലേലത്തിൽ പങ്കുകൊള്ളുന്ന ആളുകൾ ആ മരം വന്ന് പരിശോധിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ ആ ലേലത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ മരം വന്ന് പരിശോധിക്കുമ്പോൾ തേക്കിന്റെ അടിക്കഷ്ടം, ഏതൊരു മരത്തിന്റെയും പ്രത്യേകിച്ച് തേക്ക് പോലുള്ള മരത്തിന്റെ ഏറ്റവും പ്രബലമായ കാതലുള്ള അതിന്റെ കുറ്റി, മരക്കഷ്ണം, ഏറ്റവും അടിയിലെ ആ കഷ്ണം കാണാനില്ല. തേക്കിന്റെ 50, 60, 70% അതിലാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അവർ ഒഴിഞ്ഞുപോയി. ഒരാളും ഇതെടുക്കാൻ തയ്യാറായില്ല. ആരും ലേലത്തിനില്ലാതെ പിരിഞ്ഞുപോയി. അങ്ങനെ അതങ്ങനെ നിന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവര് ഈ അന്നത്തെ SP സുജിത് ദാസ് ഈ മരം ലേലം നടത്തിയെന്നാണ് പറയുന്നത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥര് പരിശോധിക്കണം, എനിക്കതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ 20,000 രൂപക്ക് 57,000 ചില്ലാനം രൂപ സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ട് കൊടുത്ത മരങ്ങൾക്ക് ആ മുറിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിൽക്കുന്നത് 20,000 രൂപക്കാണ്. അതിന് അത്ര അപ്സെറ്റ് പ്രൈസിൽ ഇത് വിൽക്കണമെങ്കിൽ ഈ സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ട് വീണ്ടും റീഎസ്റ്റിമേറ്റ് ചെയ്തിട്ട് അവരോട് ഇതിന്റെ അണ്ടർ വാല്യൂ ഉണ്ടെങ്കിൽ അത് കണക്കാക്കിയിട്ട് എസ്റ്റിമേറ്റ് വാങ്ങിക്കേണ്ടതുണ്ട്. ആ നടപടി ഇവർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കളവ് പോയ മരം ആ കാര്യം പുറത്തു വരാതിരിക്കാൻ ഇതിനെ മൂടി വെച്ചു. അതോടൊപ്പം അവർ ചെയ്ത മറ്റൊരു ഹമ്പക്ക് നിങ്ങൾക്കത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. സോഷ്യൽ ഫോറസ്ട്രി ആദ്യം എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ പറയുന്ന മഹാഗണി മരങ്ങളില്ല, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. അപ്പൊ ഈ തേക്ക് മുറിക്കുന്ന സമയത്ത് ഇവിടെ ഇതിന്റെ അകത്തുണ്ട് എന്നാ പറയുന്നത്. എനിക്കതിനെ അറിയില്ല, അത് നോക്കാനാണ് ഞാൻ പോയത്. നമുക്കറിയാം ചില മരങ്ങൾ ഒരു സ്റ്റെമ്പിൽ നിന്ന് 2 വളരും, വി ഷേപ്പിൽ, രണ്ടും ഒരേപോലെ മരമായി വളരും. അങ്ങനെ വി ഷേപ്പിൽ മരമായി വളർന്ന ഒരു മഹാഗണി ഈ ക്യാമ്പ് ഹൗസിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ഈ തേക്ക് മുറിക്കുന്ന സമയത്ത് ഈ സ്റ്റെമ്പിൽ ഒരു സ്റ്റെമ്പ് മുറിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന്റെ ക്വാണ്ടിറ്റി മരമുണ്ടാകും അതിൽ. അതാണ് മലപ്പുറം SP ശശിധരനെതിരെയാണ് പരസ്യ പ്രതിഷേധവുമായി പി.വി. അൻവർ എത്തിയിരിക്കുന്നത്. ക്യാമ്പ് ഓഫീസിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിലൊക്കെയുള്ള പ്രതിഷേധമാണ് അദ്ദേഹം കുത്തിയിരുന്നുള്ള സമരത്തിലൂടെ പ്രകടിപ്പിച്ചത്.